Su-35 വിമാനങ്ങൾ ഇറാന് റഷ്യ നൽകാൻ പോവുകയാണ്. 30-ലധികം വിമാനങ്ങൾ ഇറാൻ റഷ്യയിൽ നിന്നും വാങ്ങാൻ പോകുന്നുവെന്നുള്ള വിവരം 7-8 മാസമായി പടരുന്നുണ്ട്. ഈ കരാർ വന്നതിന് ശേഷം എപ്പോ ഈ ഒരു വിമാനം വരുമെന്ന് കാത്തിരിക്കുകയാണ്. ഓരോ കാർഗോ വിമാനം റഷ്യയിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടി തിരിക്കുമ്പോഴെല്ലാം ഒരു ആംസ് എക്സ്പോർട്ടിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇറാൻ ആവശ്യമായ മറ്റേതെങ്കിലും സാധനം നൽകാനോ ഇറാനിൽ ഇറങ്ങുമ്പോഴെല്ലാം ഈ ഒരു ചോദ്യമായിരുന്നു മുഴുവൻ ഇന്റർനെറ്റ് ലോകവും ചോദിച്ചത്. ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുന്നവർക്ക് ഈ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട എയർബേസ് Su-35 വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഒരു എയർബേസിനെ അവർ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ S-400 ഞങ്ങളുടെ പക്കൽ വന്നു എന്നുള്ള ഒരു സുപ്രധാന പ്രഖ്യാപനവും അവർ പുറത്തുവിട്ടു. ഇത് കേൾക്കാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യമായി തോന്നും. ഇതാണ് ഈ വീഡിയോയിലൂടെയും അറിയാൻ പോകുന്നത്. ഇറാന്റെ Su-35 S-400 ജിയോ പൊളിറ്റിക്സിൽ മിഡിൽ ഈസ്റ്റിൽ ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കും ഇവ വരുത്തുക? ഇറാന് ഇത് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറുമോ? ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹമദാൻ എയർബേസ് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എയർബേസ് ആണിത്. അവരുടെ പക്കൽ ഉള്ളതിൽ വെച്ച് വളരെ വലിയൊരു എയർബേസ്. ഏറെക്കാലമായി ഇറാൻ ഈ എയർബേസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഈ ഒരു എയർബേസിനും Su-35 എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ Su-35 എന്നത് റഷ്യയുടെ ഒരു ഉൽപ്പന്നമാണ്. ഇറാന്റെ പക്കലാണെങ്കിൽ പ്രോപ്പറായ ഒരു വ്യോമസേനയെ ഇല്ല. 1979 മുൻപ് വരെയും അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിയ വിമാനങ്ങളും അതിനുശേഷം റഷ്യയിൽ നിന്നുള്ള വിമാനങ്ങൾ മിഗ് വിമാനങ്ങൾ വാങ്ങി Su-24 പോലുള്ള ചില വിമാനങ്ങൾ മാത്രമാണ് ഇറാന്റെ വ്യോമസേനയിൽ ഇപ്പോഴുള്ളത്. അതല്ലാതെ അവരുടെ പ്രധാന ശത്രുക്കളായ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇസ്രായേൽ ഇവരുടെ പക്കൽ വളരെ ശക്തമായ ഒരു വ്യോമസേന തന്നെയുണ്ട്. പ്രധാനമായും ഇസ്രായേലിനെ കുറിച്ച് പറയണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ ധാരാളം ശക്തമായ അതിശക്തമായ വിമാനങ്ങൾ എല്ലാം ഇസ്രായേലിന്റെ ആയുധപുരയിലുണ്ട്. അപ്പോ ഇറാന് ഒരു തലവേദന സംഭവിക്കാൻ പോകുന്നത് അവരുടെ വ്യോമസേന പഴക്കമുള്ളത് എന്നതാണ്. വളരെ പഴയ വിമാനങ്ങളാണ് അവരുടെ പക്കലുള്ളത്. അവരുടെ കൊമേഴ്ഷ്യൽ എയർലൈൻസ് അവരെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇറാൻ ഉള്ളത്. ഇവയ്ക്കെല്ലാം കാരണം ഇറാനിൽ നൽകിയിട്ടുള്ള സാമ്പത്തിക ഉപരോധമാണ്. ഇത്രത്തോളം സാമ്പത്തിക ഉപരോധമുള്ളപ്പോൾ തീർച്ചയായും വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാൻ കഴിയില്ല. ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഭരണമാറ്റം സംഭവിക്കുകയും മുഴുവൻ ഇറാൻ എന്ന രാജ്യം ഇവരുടെ കൈകളിലേക്ക് വന്നു. അന്നു മുതൽ വെസ്റ്റേൺ കൺട്രീസിന്റെ പക്കൽ നിന്നും ഡയറക്റ്റ് മാർക്കറ്റ് വഴി ഇവർക്ക് ആയുധങ്ങൾ ലഭിക്കുന്നില്ല, ആവശ്യമായ സ്പെയർ പാർട്സും ലഭിക്കുന്നില്ല. അപ്പോ റഷ്യയ്ക്കും ഇറാനും ഇടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്കും ഇറാനും ഇടയിൽ നല്ലൊരു ധാരണ തന്നെ വരുന്നു. ശരിയായി പറഞ്ഞാൽ 2022 മുൻപ് തന്നെ റഷ്യയ്ക്കും ഇറാനും ഇടയിൽ ചില കരാറുകൾ വന്നു. ഷാഹി ഡ്രോൺസ് അല്ലെങ്കിൽ സ്വീസൈഡ് ഡ്രോൺസ് ഇത് ഇറാന്റെ പക്കലാണ് കൂടുതലുള്ളത്. അവരുടെ പക്കൽ നിന്നും ലൈസൻസ് വാങ്ങി റഷ്യ നിർമ്മിക്കാൻ തുടങ്ങി. കൂടാതെ പല ആയിരക്കണക്കിന് ഡ്രോൺസ് കയറ്റുമതി ചെയ്യാനും തുടങ്ങി. ഇങ്ങനെ ഒരു സുപ്രധാന കരാർ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ നടന്നു. പിന്നീട് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയെ മുഴുവനായും ഒറ്റപ്പെടുത്തുന്നു. ആരും റഷ്യയുടെ പക്കൽ യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ല, യാതൊരു കരാറും നടത്താൻ പാടില്ല. മൊത്തത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തണം എന്ന രീതിയിൽ ഒരു ഐസൊലേഷൻ പ്രോസസ് തന്നെ നടത്തി. ഈ ഒരു സമയത്തെ ശരിയായി പ്രയോജനപ്പെടുത്തിയ ഇറാൻ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു. പല സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്നും തിരികെ വാങ്ങുന്നു. അതിൽ ഒന്നാണ് ഈ Su-35 ഡീലും. റഷ്യയ്ക്കും മറ്റു മാർഗമില്ല. ആ സാഹചര്യത്തിൽ തങ്ങളെ സഹായിക്കുന്നവരെ തിരികെ സഹായിക്കണം. കാരണം റഷ്യയ്ക്കും അതൊരു ക്രിട്ടിക്കൽ സമയമായിരുന്നു. ആരും സഹായത്തിനില്ലാത്തപ്പോൾ ആരാണോ സഹായിക്കാൻ വരുന്നത് അവർക്ക് ആവശ്യമായ സഹായം തിരികെ നൽകണം എന്നും റഷ്യ തീരുമാനിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പല കരാറുകൾ നടത്തി. പ്രധാനമായും ഹൈപ്പർസോണിക് മിസൈൽ സംബന്ധിക്കുന്ന സാങ്കേതിക വിദ്യയും ഇറാന്റെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കാൻ ആവശ്യമായ സ്പെയർ പാർട്സ് കൂടാതെ പ്രധാനപ്പെട്ട പല ഉപകരണങ്ങൾ റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോ
ഈ SU-35 അറൈവലിന് വേണ്ടി ഇറാൻ കാത്തിരിക്കുകയാണ്. ഈ ഹമദൻ എയർബേസിലാണ് ഈ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് സംഭവിച്ചിരിക്കുന്നത്. പൊതുവെ F-4 ഫാന്റം വിമാനങ്ങളാണ് ഈ ഒരു എയർബേസിൽ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അടുത്തിടെ ഈ മുഴുവൻ എയർബേസും അവർ നവീകരിക്കാൻ തുടങ്ങി. സാധാരണ ഒരു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ തന്ത്രം അല്ലെങ്കിൽ അവരുടെ നിലവിലെ വ്യോമസേനയുടെ തന്ത്രം കേന്ദ്രീകരിച്ചായിരിക്കും ഒരു എയർബേസിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പണിയുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പോ ഇറാൻ ഈ എയർബേസിൽ നടത്തിയ മാറ്റം അവരുടെ റൺവേ എക്സ്റ്റെൻഡ് ചെയ്ത് പണിതു. എപ്പോഴും ഒരു രാജ്യത്തിന്റെ വ്യോമസേനയ്ക്ക് റൺവേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ധാരാളം ഫ്ലൈറ്റുകൾ എക്സ്റ്റെൻഡഡ് റൺവേസിൽ നിന്നുമാണ് പോവുക. ചില വിമാനങ്ങൾക്ക് റൺവേസ് 2.5 കിലോമീറ്റർ എങ്കിലും ഉണ്ടാകണം. ഇപ്പോ ഇറാൻ ചെയ്തത് ഇപ്പോഴുള്ള റൺവേയെ എക്സ്റ്റെൻഡ് ചെയ്ത് പണിതു. കൂടാതെ 700 മീറ്റർ വരെയും അധികം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡിലായി കോൺക്രീറ്റ് റൺവേസും സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു പുതിയ രീതിയിലുള്ള വിമാനം ഇവർ ഈ എയർബേസിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്നത് ഗൂഗിൾ എർത്ത് ഫോട്ടോസിന്റെ ഈ സാറ്റലൈറ്റ് ഇമേജസ് ആണ്. സാധാരണ ഇപ്പോ ഗൂഗിൾ എർത്തിന്റെ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഉക്രൈൻ സംബന്ധിക്കുന്ന ഒരുപാട് സൈനിക രഹസ്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു അപ്ഡേറ്റിലാണ് ഇറാനെ പറ്റിയുള്ള ഈ ഒരു വിവരം പുറത്തു വന്നത്. അവരുടെ വിമാനങ്ങൾ നിർത്തിവയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഹാങ്ങേഴ്സ് വളരെ വലിയ രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പണിതു. പഴയ ഇമേജസിലുള്ള ഹാങ്ങേഴ്സ് എടുത്ത് നോക്കിയാൽ വെറും 15 മുതൽ 18 മീറ്റർ വരെ മാത്രമുള്ള ഹാങ്ങേഴ്സ് ആയിരിക്കും. എന്നാൽ ഇപ്പോൾ അത് മുഴുവനായും പൊളിച്ചൊടുക്കി 30 മീറ്ററോളം നീട്ടിയിട്ടുണ്ട്. അതും R ഷേപ്പിലുള്ള ഹാങ്ങേഴ്സ് 30 മീറ്റർ അകലത്തിൽ പുതുതായി പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ F-4 വിമാനങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ മാക്സിമം വീതി എന്നത് ഏകദേശം 11-12 മീറ്റർ ആണ്. എന്നാൽ SU-35 ആ ചിറകിന്റെ വിശാലത തന്നെ ഏകദേശം 18 മീറ്റർ ഉണ്ട്. അപ്പോ SU-35 വരവിനു വേണ്ടി ഈ ബേസിനെ ഇപ്പൊ തന്നെ ഇറാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കൺഫേംഡ് ന്യൂസ് ആണ്. കാരണം വിമാനങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളത് അറിയാം. എപ്പോ വരാൻ പോകുന്നു, ഏത് സമയത്ത് വരാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം. അതും R ഷേപ്ഡ് ഹാങ്ങേഴ്സിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം എന്താണെന്ന് അറിയണ്ടേ? ഒരു പക്ഷേ ഒരു വലിയ ഡ്രോൺ ആക്രമണം നടത്തിയാലോ, അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസൈൽസ് ഈ ഒരു ഹാങ്ങേഴ്സിൽ വന്ന് പതിച്ചാലോ, അതിന്റെ ഡിസൈനും ആ ഒരു ഷേപ്പും കാരണം വലിയ ആഘാതങ്ങളൊന്നും അതിന് സംഭവിക്കില്ല. എല്ലാം താങ്ങാൻ കഴിയുന്ന രീതിയിലായിരിക്കും അതുണ്ടാവുക. അപ്പോ ഭാവിയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കും, നമ്മുടെ വിമാനത്താവളങ്ങളെ നമ്മൾ സുരക്ഷിതമാക്കി മാറ്റണം എന്ന് ഇറാൻ ഇപ്പൊ തന്നെ എല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. SU-35 സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇറാനിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കൂടാതെ IRGCയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവരുടെ ദേശീയ ടെലിവിഷനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അത് അറിയാതെ പറഞ്ഞതാണോ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണോ എന്നറിയില്ല, ഇറാൻ S-400 S-300 ഡെപ്ലോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വാക്ക് പറഞ്ഞു. S-400 എന്ന് പറഞ്ഞതും അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. എന്ത്, S-400ഓ? S-400 ഇറാന്റെ പക്കൽ ഇല്ലല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു? അല്ലെങ്കിൽ ഒരു പക്ഷേ S-400 ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇങ്ങനെ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഇതിന് അദ്ദേഹം പുഞ്ചിരിയോടുകൂടി ഒരു കാര്യം പറഞ്ഞത്, S-400 ഇല്ലേ? ആരാണ് അങ്ങനെ പറഞ്ഞത് ഇല്ല എന്ന്? ഞങ്ങൾ ഇപ്പോ യാതൊരു വിവരവും പുറത്ത് പറയുന്നില്ല. ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും അറിയും. ഞങ്ങൾ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ പ്രകടനത്തിലൂടെ ഈ ലോകത്തിന് അതിന്റെ വരവറിയിക്കും. ഇറാന്റെ പക്കൽ ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും അന്നറിയുമെന്ന് ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. ഇത് ഒരുപക്ഷെ ഒരു പ്രചരണ വാർത്തയായിരിക്കാം. കാരണം അദ്ദേഹം കൊടുത്ത ഒരു ഇന്റർവ്യൂ അവരുടെ തന്നെ ദേശീയ മാധ്യമത്തിനായിരുന്നു. അറിയാതെ പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണോ ഒന്നും തന്നെ അറിയില്ല. പക്ഷെ എന്തോ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി ഇറാൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. SU-35 സംബന്ധിച്ച് അതൊരു ക്യാപ്പബിൾ ആയ ഫൈറ്റർ ജെറ്റ് ആണ്. അതിനെ നമുക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളുമായി കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോ ഇറാന് നേരിട്ടൊരു പ്രശ്നം വരിക എന്ന് പറയുമ്പോൾ അത് ഇറാനും ഇസ്രായേലുമായി മാത്രമായിരിക്കും. ഇസ്രായേലിന്റെ പക്കൽ F-35 വിമാനങ്ങളുണ്ട്. അപ്പോ സ്റ്റെൽത്ത് കാറ്റഗറിയിൽ മാത്രമാണ് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് ചെന്ന് F-35 SU-35 കൊണ്ട് എൻഗേജ് ചെയ്യാൻ സാധിക്കില്ല. അതല്ലാതെ അഡ്വാൻസ്ഡ് ഏവിയോണിക്സ് ആയാലും മെനൂവറബിലിറ്റി ആയാലും എല്ലാത്തിലും ഇത് മെച്ചപ്പെട്ടതാണ്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം. സമാനമായ F-35 വിമാനത്തെ ബ്ലാക്ക് സീക്ക് മുകളിൽ വെച്ച് SU-35 ഇന്റർസെപ്റ്റ് ചെയ്ത കഥയൊക്കെയുണ്ട്. പെട്ടെന്ന്
F-35 ബ്ലൈൻഡ് ചെയ്ത് അതിന്റെ സ്ക്രീനിൽ ദൃശ്യമാകാത്ത രീതിയിൽ Su-35 അകത്തേക്ക് വന്ന കഥയൊക്കെയുണ്ട്. അപ്പോ ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് മാത്രമേ നമുക്കിവിടെ സംസാരിക്കാൻ സാധിക്കൂ. അതിനപ്പുറം പൈലറ്റിന്റെ കഴിവെന്നത് അത് മറ്റൊരു വിഭാഗത്തിൽ വരും. എത്ര തന്നെ ഒരു വലിയ വിമാനമായാലും, അത് ക്യാപ്പബിൾ ആയ ഒരു വിമാനമായാലും, അത് ഓടിക്കുന്ന പൈലറ്റിന് കഴിവില്ലെങ്കിൽ അത് വെച്ച് യാതൊരു പ്രയോജനവും ഇല്ല. അതിപ്പോ F-35 ആയാലും Su-35 ആയാലും ശരി. അപ്പോ Su-35 സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഇത്രത്തോളം ക്യാപ്പബിൾ ആയ ഒരു വിമാനമാണ്, ഇത്രത്തോളം പേലോഡ്സ് എടുത്തുകൊണ്ടു പോകാൻ കഴിയുമെന്നൊക്കെ. 500 മുതൽ 600 മീറ്റർ റൺവേ ഉണ്ടെങ്കിൽ മതി ഒരു നിർണായക സമയങ്ങളിൽ ഇതിനെക്കൊണ്ട് ടേക്ക് ഓഫ് ആകാൻ സാധിക്കും. അത്രത്തോളം ക്യാപ്പബിൾ ആയ ഒരു ഫൈറ്റർ ജെറ്റ് ആണെങ്കിലും ഇതിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത് ഇറാന്റെ ഫൈറ്റർ പൈലറ്റ്സിന് അത്രത്തോളം കഴിവുണ്ടോ എന്നുള്ളതാണ്. ഇവർക്കുള്ള ട്രെയിനിങ് റഷ്യ നൽകിയാലും, അല്ലെങ്കിൽ ഈ ഒരു ഡീൽ വന്നതിന് ശേഷം അവർക്കുള്ള ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ ആരംഭിച്ചാലും അതവർ എത്രത്തോളം ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും സത്യത്തിൽ ഈ ഒരു ജെറ്റ്സിനെ കൊണ്ട് ഇറാന് ഉപയോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുക. ഇപ്പോഴത്തേക്ക് നോക്കിയാൽ ഇറാൻ Su-35 വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൂടാതെ ഒരു പക്ഷേ S-400 അവർ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും ഇറാന് S-400 ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ Su-35 വന്നാൽ അതുകൊണ്ട് ഇറാന് പ്രയോജനം ഉണ്ടോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.